അല്ലേ? നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് റിലേറ്റഡ് ടു ക്ലൈമറ്റ്. ഓക്കെ, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രകൃതി കൊണ്ടുണ്ടാകുന്ന എന്തൊക്കെ ദുരന്തങ്ങളാണ് നമ്മൾ ഉണ്ടാകുന്നത്, പ്രകൃതി കൊണ്ടുണ്ടാകുന്നതാണ് എന്ത്? എർത്തുക്വേക്ക്, സുനാമി, ഫ്ലഡും സ്റ്റോമും അല്ലെ? കൊടുങ്കാറ്റ്, വെള്ളപ്പൊക്കം, സുനാമി, ഭൂമികുലുക്കം, ഇവയൊക്കെ പ്രകൃതി നമുക്ക് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആണെന്നാണ് പറയുന്നത് അല്ലേ? Next is storm and epidemic. Besides man-made disasters, mainly complex emergencies, conflict, famine, and displaced populations, transport accident, and industrial accidents are highlighted in this unit. Okay. Then tsunami, flood, temperature, drought, wildfire, and cyclone storms, and epidemic. Besides man-made disasters. അതായത് എപ്പിഡമിക് ഉണ്ട്, പകർച്ചവ്യാധി, അതൊരു ദുരന്തം തന്നെയാണ് അല്ലേ? ചില മരുന്നുകളൊന്നും കണ്ടുപിടിക്കാതെ പകർച്ചവ്യാധി വന്ന് പണ്ട് മുതലൊക്കെ ആൾക്കാർ ഒരുമിച്ച് മരണമടഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതും ഒരു ദുരന്തമായി കണക്ക്. അത് മാൻമെയ്ഡ് അല്ല, അതെന്താണ്? നാച്ചുറൽ മെയ്ഡാണ്, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആണ്. എന്ത്? നമ്മുടെ പകർച്ചവ്യാധി വന്ന് മരിക്കുന്നതും അല്ലാതെ നമ്മൾ പറഞ്ഞ ഭൂമികുലുക്കമായിട്ടും സുനാമി ആയിട്ടും വെള്ളപ്പൊക്കമായിട്ടും എക്സ്ട്രീം ടെമ്പറേച്ചർ കൂടിയിട്ട് അതൊക്കെ എന്താണ്? നമ്മുടെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആണ്. അതല്ലാതെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് അല്ലാതെ മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ആണ് എന്ത്? ദെൻ പോപ്പുലേഷൻ, ഡിസ്പ്ലേസ്ഡ് പോപ്പുലേഷൻസ്. മാൻമെയ്ഡ് അതായത് ജനങ്ങൾക്ക് എന്ത്? ജനത്തിൻ്റെ അധിക വർധന, അതായത് ജനസംഖ്യാ വർധനവ്, അത് മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സാണ്. ജനസംഖ്യാ വർധനവ് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെ? കുട്ടികൾക്കും ഉണ്ടാകുന്ന കുട്ടികളെ വേണ്ടത്ര സംരക്ഷിക്കാൻ കഴിയാതെ ആ ഒരു ചെറിയൊരു കുടുംബത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും പോപ്പുലേഷൻ മൊത്തത്തിൽ ബാധിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ രാജ്യത്തെ തന്നെ ബാധിക്കുന്നത്. രാജ്യത്തിന് ഇത്രയും ആളുകൾക്കുള്ള ഇൻകം അല്ലെ, വരുമാനവും ജനങ്ങൾക്ക് ബേസിക് നീഡ്സ് കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ എന്താവുക? പോപ്പുലേഷൻ കൂടുക. അതൊരു ദുരന്തം തന്നെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ആ ഒരു ആന്തരികാവസ്ഥയെ തന്നെ ബാധിക്കുന്ന രീതിയിൽ രാജ്യത്തിന് മുന്നോട്ട് ഡെവലപ്മെൻറ്റിലേക്ക് പോകാൻ പറ്റൂല. കാരണം ഇത്രയും ജനങ്ങൾക്ക് ബേസിക് നീഡ്സ് എന്തൊക്കെ വേണം? ഫുഡ്, ദെൻ ഷെൽട്ടർ അല്ലേ? ഫുഡും ഷെൽട്ടറും ദെൻ വാട്ടറൊക്കെ തന്നെയാണ് എന്താണ്? ബേസിക് നീഡ്സ് ആണ്. അതായത് ഫുഡ്, ഭക്ഷണം, താമസിക്കാനുള്ള വീട്, ഷെൽട്ടർ, അതൊക്കെ എന്തായാലും ഒരു മനുഷ്യന് അത്യാവശ്യമാണ്. അപ്പോൾ അതിനൊരു വിരലിൽ എണ്ണാവുന്ന മീൻസ് ഒരു കുടുംബത്തിൽ രണ്ടോ മൂന്നോ അംഗങ്ങളാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന് വല്ലാതെ എന്താകും? പ്രശ്നങ്ങളായി മാറുന്നില്ല. പക്ഷേ എന്താണ് പ്രശ്നം? പോപ്പുലേഷൻ കൂടുമ്പം, ജനസംഖ്യ കൂടുമ്പോൾ ഇത്രയും ജനങ്ങളെ നോക്കാനും അവർക്ക് വേണ്ട ഭക്ഷണവും വെള്ളവും വസ്ത്രവും ബേസിക് നീഡ്സും ഷെൽട്ടറും ഒക്കെ കൊടുക്കാൻ വേണ്ടി നമ്മുടെ ഗവൺമെൻറ്റിനാണ് ബുദ്ധിമുട്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഒരു ദുരന്തമായിട്ട് കണക്കാക്കാം. ദെൻ ട്രാൻസ്പോർട്ട് ആക്സിഡൻറ്റ്സ്, അതായത് വാഹനത്തിലൂടെ ഉണ്ടാകുന്ന ആക്സിഡൻറ്റ്, ബസ്സും അതായത് തീവണ്ടി അല്ലേ? ബസ്സൊക്കെ കൂട്ടിമുട്ടിയിട്ട് കുറേ ആളുകൾ മരിച്ചു പോകുന്നത്. ദെൻ തീവണ്ടി, നമ്മുടെ ട്രെയിൻ പോലുള്ള രണ്ട് ട്രെയിനുകൾ കൂട്ടി ഭയങ്കരമായി ട്രെയിൻ പാളം തെറ്റുമ്പോഴൊക്കെ ഒന്നോ രണ്ടോ ബസ്സൊക്കെ എല്ലോ ആക്സിഡൻറ്റ് ബുദ്ധിമുട്ടാണ്. പക്ഷേ ബസ്സൊക്കെ തമ്മിൽ ആക്സിഡൻറ്റ് വരുമ്പോൾ എന്താണ്? കുറഞ്ഞ അളവിൽ കുറയും മരിക്കുന്നത്. പക്ഷേ ട്രെയിൻ പാളം തെറ്റുമ്പോഴൊക്കെ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു പോകുന്നത് ദുരന്തം തന്നെയാണ്. നെക്സ്റ്റ്, ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ് ആൻഡ് ഹൈലൈറ്റഡ് ഇൻ ദിസ് സോൺ. ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റും കെമിക്കൽ ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റും എന്താണ്? മാൻമെയ്ഡ് ആക്സിഡൻ്റ് ആണെന്ന് പറയുന്നതാണ്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസാസ്റ്റേഴ്സ് ആണ് നമ്മൾ പറഞ്ഞാൽ. ഹസാർഡ്, റിസ്ക് ആൻഡ് വൾണറബിലിറ്റി. എന്താണ് ഹസാർഡ്, റിസ്ക് ആൻഡ് വൾണറബിലിറ്റി നോക്കാം. ഹസാർഡ്, റിസ്ക് ആൻഡ് vulnerability are the most important significant concept of disaster management. ഏതൊക്കെയാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലെ? ഇത് നോക്കാം നമുക്ക്.
മെയിൻ കൺസെപ്റ്റ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്തൊക്കെയാണ്? ഫസ്റ്റ് ഈസ് ഹസാർഡ്, സെക്കൻഡ് ഈസ് റിസ്ക്, ഓക്കെ. വൾണറബിലിറ്റിയും റിസ്ക് ആൻഡ് ഹസാർഡാണ് എന്ത് 3 കൺസെപ്റ്റ് ഓഫ് ഡിസാസ്റ്റേഴ്സ്. ഓക്കെ. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഹാസ് അണ്ടർഗോൺ എ ചേഞ്ച് ടു പാസേജ് in time. It is no more piecemeal strategy but is the integrated process in order to disaster management unit explains. Okay. നാച്ചുറൽ മാൻമെയ്ഡ്. നെക്സ്റ്റ് അപ്പോൾ ഹസാർഡ്, ഡിസാസ്റ്റർ മാനേജർ, റിസ്ക് മാനേജർ, ഈ മൂന്നെണ്ണം മാത്രം ജസ്റ്റ് ഇങ്ങനെ നെയിമായിട്ട് പഠിക്കാനുള്ളൂ. ഇത് ജസ്റ്റ് ഇങ്ങനെ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാം നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ആണ്. നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ്. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആൻഡ് മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ്. നെക്സ്റ്റ് നമ്മളെ ടോപ്പിക്കാണ് എന്താണ് നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ്. നാച്ചുറൽ മീൻസ് നമ്മൾ പ്രകൃതി കൊണ്ടുണ്ടാവുന്നതാണ് എന്ത് നമ്മുടെ പ്രകൃതി ദുരന്തം. മാൻമെയ്ഡ് മീൻസ് നമ്മൾ മനുഷ്യരെ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ. മനുഷ്യർ കൊണ്ട് എങ്ങനെ, എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ട്രാൻസ്പോർട്ട് അല്ലേ, ട്രാൻസ്പോർട്ടിൽ ബസ് ആക്സിഡൻറ്റ്, ട്രെയിൻ പാളം തെറ്റി ട്രെയിൻ മറയുന്നത്, അതൊക്കെ എന്താ മാൻമെയ്ഡാണ്. അല്ലാതെ മറ്റേതാണെങ്കിൽ നമ്മൾ എന്തൊക്കെ നേരത്തെ ഭൂമികുലുക്കം, സുനാമി, പിന്നെ വെള്ളപ്പൊക്കം, കൊടുങ്കാറ്റ്, ഇവയൊക്കെ നാച്ചുറൽ ഡിസാസ്റ്ററാണ്. അപ്പോൾ 2 തരം എന്നാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. മെയിൻ കൺസെപ്റ്റ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആൻഡ് മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ്. നമുക്കറിയാം ഇത് പെട്ടെന്ന് നല്ല സിമ്പിളായി പഠിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് മാൻമെയ്ഡും നാച്ചുറൽ. ഇത് രണ്ടും കാറ്റഗറൈസ് ചെയ്ത് നമുക്ക് എസ്സേ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ.